നമസ്കാരം മല്ലിക സുകുമാരൻ. ആ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഇനിയില്ല. 69ാമത്തെ വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുകയാണ്. ആ നഷ്ടത്തെ എനിക്ക് എങ്ങനെയാണ് ഞാന് അടയാളപ്പെടുത്തുക? അങ്ങനെ അധികം സത്യം പറയണം. കാരണം എനിക്കിത് കേട്ടപ്പോ തൊട്ടൊരു ഓ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പോയ പോലൊരു വേദന ആത്മാർത്ഥമായിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല. ഓ, ഒരു വർത്തമാനത്തിലോ, പെരുമാറ്റത്തിലോ, അഭിനയത്തിലോ, മറ്റുള്ളവരുടെ സാമീപ്യത്തിലൊക്കെ ഇരുന്ന് പലതും പറയുമ്പഴേ, ഉം. ഇന്നേ വരെ ഒരു നാടകീയത ഇല്ലാതെ പെരുമാറുന്ന ഇത്രയും മഹാനായ ഒരു ഇല്ല. അദ്ദേഹത്തിന് അറിയില്ല, ജീവിതത്തിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് എത്രയോ ജനലക്ഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം ആ സത്യസന്ധതയ്ക്കാണ് ഏറ്റവും വില കൽപ്പിച്ചിരുന്നത്. ഞാനടക്കമുള്ളവര്. കാരണം അദ്ദേഹത്തിന് ആരെയും സൂചിപ്പിക്കാൻ വർത്താനം പറയാൻ അറിയത്തില്ല. അതൊരു വലിയ ഗുണമാണ്. അത് പലർക്കും സാധിക്കാത്തൊരു കഴിവാ. അത് അടുത്ത അത്രയും നല്ലൊരു കലാകാരൻ പോകുമ്പോൾ മലയാള സിനിമയ്ക്ക് നമ്മൾ പറയും തീരാ നഷ്ടം എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള വ്യക്തികൾ പോകുമ്പോഴാണ് തീരാ നഷ്ടം. കാരണം അടുത്ത പല അടുത്ത കാണാൻ കാര്യങ്ങൾക്കും കണ്ടിരുന്നോ ശ്രീനിയെ? കണ്ടിരുന്നു. ഞാനൊരു ഫംഗ്ഷന് പോയപ്പോ അദ്ദേഹത്തിന് ഇച്ചിരി നടക്കാനൊക്കെ പക്ഷെ ഇപ്പൊ എപ്പോഴും സഹധർമ്മിണി കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് പോയപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല ചേട്ടൻ കല്യാണത്തിനൊക്കെ വരുമോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം വൈഫും ഉണ്ടായിരുന്നു കൂടെ. അവിടെ വെച്ച് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഈ അടുത്ത കാലത്ത് പിന്നെയും കണ്ടിരുന്നു. ഞാൻ അടുത്ത് ചെന്ന് ഞാൻ എപ്പോഴും പറയും, എനിക്ക് മക്കളെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ടെങ്കിലും എനിക്ക് 2 മക്കളോടും അതാണ് പറയാനുള്ളത്. ഈ അച്ഛന്റെ ഒരു ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ആ ഒരു പ്രതിഷ്ഠയുണ്ടല്ലോ, ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനായിട്ട് മാത്രമല്ല ആ വ്യക്തിത്വത്തിനോടുള്ള ഒരു ബഹുമാനം, അത് ഈ 2 കുഞ്ഞുങ്ങൾക്ക് ഈശ്വരൻ അതുപോലെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം അത്ര നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി ഞാൻ പറയാം, അത് അരുണിനറിയാവില്ലല്ലോ. അതെ, അതെ, അതെ. അത്ര എനിക്ക് ഒരു വലിയ വിഷമമുണ്ട് ഈ എനിക്ക്.